നമസ്കാരം. നമസ്കാരം. വടക്കം വീരഗാഥ മലയാളികൾക്ക് വളരെ പരിചിതമായ, അല്ലെങ്കിൽ മലയാളികൾ എപ്പോഴും ഓർക്കുന്ന മലയാള സിനിമയുടെ എണ്ണപ്പെട്ട ക്ലാസിക്കുകളിൽ ഒന്നാണ്. അതുമായി ബന്ധപ്പെട്ടൊരു ചർച്ച തുടങ്ങുമ്പം ഞങ്ങളെല്ലാം സിനിമയായ ഒരു വടക്കം വീരഗാഥയാണ് കണ്ടതും ഇഷ്ടപ്പെട്ടതുമെല്ലാം. മമ്മൂക്ക എന്ന നടൻ 80കളുടെ തുടക്കത്തിൽ അഭിനയം തുടങ്ങി 88-ലോ മറ്റേതോ ഒരു ദിവസം ഒരാൾ വിളിക്കുന്നു ഇങ്ങനെ ഒരു സിനിമയെക്കുറിച്ച്. നമ്മൾ വലിയൊരു എഴുത്താണെങ്കിലും അത് ആദ്യം ഒരു കുത്താണ്, അവിടെ നിന്നാണ് എഴുതി തുടങ്ങുന്നത്. ഒരു ചിത്രം വരയ്ക്കുകയാണെങ്കിലും അതൊരു കുത്താണ്, അവിടെ നിന്ന് തുടങ്ങുന്നു എന്ന് പറയുന്ന പോലെ ഈ ഒരു വലിയ മഹാകാവ്യത്തിന്റെ, ചലച്ചിത്ര കാവ്യത്തിന്റെ തുടക്കത്തിലേക്ക് ഇക്ക കടന്നു വരുന്നതിന് ഇക്കയുടെ ജീവിതത്തിൽ ഏത് ദിവസം വന്ന ഏതൊരു വിളി, ആരായിരുന്നു, എങ്ങനെയായിരുന്നു? എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അത് പി വി ജെ അമിറ്റാണ് എന്നെ വിളിച്ചത്. പി വി ജെ ആണോ, പി വി ജെ ആയിരിക്കണം. വിളിച്ചപ്പോൾ ഇങ്ങനെ ഞങ്ങൾ ഉണ്ണിയാർച്ചയുടെ കഥ സിനിമയാക്കുന്നു, ചന്തുവായിട്ട് നിങ്ങൾ അഭിനയിക്കണം. ഞാൻ പറഞ്ഞു, ചന്തുവായിട്ട് ഞാൻ വില്ലനായിട്ട് അഭിനയിക്കണം. അതല്ല, നിങ്ങളൊന്ന് കേട്ടോ നോക്ക്, എം ടി ആണ് എഴുതുന്നത്, ഹരിഹരൻ സാർ ഡയറക്ഷനാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അങ്ങനെ പിന്നെ ഒന്നും നോക്കണ്ട, എങ്ങനെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് സംഭവിച്ചത്. അതാണ് ആദ്യം നേരത്തെ പറഞ്ഞ കുത്തു. ഉണ്ണിയാർച്ചയുടെ കഥ സിനിമയാക്കുന്നു, ഉണ്ണിയാർച്ച ചന്തുവായിട്ട് അഭിനയിക്കണം. സ്വാഭാവികമായിട്ടും അങ്ങനെയാണ് ഞാൻ വിചാരിച്ചത്. നമ്മൾ നൂറ്റാണ്ടുകളായിട്ട്, അതുവരെയുള്ള മലയാളികളെല്ലാം കേട്ടുകൊണ്ടിരുന്ന നൂറ്റാണ്ടുകളായിട്ട് കുത്തുവിളക്കിന് കുത്തിയ ചതിയൻ ചന്തു, അതിൽ ആരോമലും ഉണ്ണിയാർച്ചയൊക്കെ ഹീറോയിൻസ് ആയിട്ടുള്ളൊരു കഥ. ചന്തു ചതിയനാണെന്ന് എത്രയോ നാളുകളായിട്ട് ഇങ്ങനെ കേൾക്കുന്നു. പക്ഷേ എം ടി എന്ന അതുല്യനായ ഒരു എഴുത്തുകാരൻ്റെ ഒരു ഇന്റർപ്രിട്ടേഷൻ, അദ്ദേഹമാണ് ആ ചന്തു എന്ന് പറയുന്ന ക്യാരക്ടറെ സിനിമ തീരുമ്പോഴേക്കും ആ സിനിമയുടെ ഹീറോ ആക്കി മാറ്റുന്ന തരത്തിലേക്ക് വന്നത്. അതിലൊരു അത്ഭുതമോ സംശയമോ ഈ സിനിമ നടക്കുന്ന കാലത്തുണ്ടായിരുന്നു? അതെങ്ങനെയായിരിക്കും എന്നുള്ളത്. ഇത് ഒരു സിനിമയിൽ ഏത് കഥയിലായാലും കഥാപാത്രങ്ങൾക്ക് ഈ എഴുത്തുകാരൻ്റെ ഒരു ഓതർ ബാക്ക്ഡ് ക്യാരക്ടേഴ്സ് ഉണ്ട്, ഓതർ ബാക്ക്ഡ് അല്ലാത്ത ക്യാരക്ടേഴ്സ് ഉണ്ട്. ചില കഥാപാത്രങ്ങൾ കഥാപരമായി തന്നെ കഥാപാത്രം നല്ലതായിരിക്കും. ചില കഥകൾ കഥാപാത്രമായി തന്നെ കഥാപാത്രം ആളുകൾക്ക് ഇഷ്ടപ്പെടാത്ത ഒരാളായിരിക്കും. അങ്ങനെ ഉള്ളൊരു കഥ, ഓൾറെഡി ഉള്ളൊരു കഥയാണ് ഉണ്ണിയാർച്ചയുടെയും ചന്തുവിൻ്റെയും ആരോമൽ ശേഖരുടെയും അല്ലെങ്കിൽ ഈ പുത്തൂരം വീട്ടിലെ കഥ. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ കേട്ട് പഴകിയതും കണ്ടു കഴിഞ്ഞിട്ടില്ല. ഉണ്ണിയാർച്ച എന്ന് പറഞ്ഞ സിനിമ നേരത്തെ എടുത്തിട്ടുണ്ട്. പാടിത്തെളിഞ്ഞ പാട്ടുകളിലൂടെയാണ്, വടക്കം പാട്ടുകളിലൂടെയാണ് വരുന്നത്. അതിന് ചതിയനാണ് ചന്തു, ആണെമ്മണില്ലാത്ത ചതിയൻ ചന്തു, അങ്ങനത്തെ ഒരാളാണ് അയാൾ. അത്രത്തോളം നികൃഷ്ടനായ ഒരു ആളായിട്ടാണ് ഈ കഥയിലൊക്കെ ചിത്രീകരിക്കപ്പെട്ടുള്ളത്. അത് ഈ സിനിമയിൽ കാണുന്ന പോലെ പ്രതികാരം ചെയ്യാൻ വരുന്നതും മക്കൾ വളർന്നതും അങ്ങനെയൊക്കെ തന്നെയാണ് കഥ. പക്ഷേ അതെല്ലാം ഈ ഒന്നുകിൽ ഉണ്ണിയാർച്ചയുടെ അല്ലെങ്കിൽ ആരോമൽ ശേഖരുടെയൊക്കെ വീക്ഷണത്തിലുള്ള കഥകളാണ്. ആരോമൽ ശേഖരുടെ എന്ന് പറയാൻ പറ്റില്ല, കാരണം ഒരു ഭാഗത്ത് അദ്ദേഹം മരണപ്പെട്ടു പോകുന്നു. ശരിക്കും പറഞ്ഞാൽ ഉണ്ണിയാർച്ചയുടെ കഥ പറയുന്ന കൂട്ടത്തിലാണ് ഈ കഥാപാത്രങ്ങളൊക്കെ വന്നു പോകുന്നത്. പക്ഷെ എന്തുകൊണ്ട് ചന്തുവിൻ്റെ കാഴ്ചപ്പാടിലൊരു കഥ ഉണ്ടാക്കിക്കൂടാ? ചന്തുവിൻ്റെ മനസ്സിൽ കൂടെ എന്തായിരിക്കും പോയിരിക്കുക? ചന്തു ഈ സംഭവങ്ങളെ എങ്ങനെയാണ് കണ്ടിരുന്നത്? അതല്ലെങ്കിൽ അതിൻ്റെ സാക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? എന്താണ് ചന്തു യഥാർത്ഥത്തിൽ എന്നുള്ളത് അന്വേഷിച്ചു പോയതായിരിക്കണം എം ടി. അതിൽ നിന്ന് കണ്ടെത്തിയായിരിക്കണം ഇപ്പൊ ഈ ചതിയൻ ചന്തുവിൻ്റെ എന്താ പറയാ, വെളുപ്പിക്കൽ. വർത്തമാനകാലത്തെ ഭാഷയിൽ വെളുപ്പിക്കൽ വാക്ക് ഉപയോഗിക്കാം. എന്നാലും അതൊരു വലിയ ശ്രമകരമായ ദൗത്യമാണ്. കാരണം നമ്മൾ കേട്ടൊരു കാര്യം കേട്ടതുപോലെ അല്ല എന്നൊരു ചലച്ചിത്രത്തിലൂടെ പറയണം. അതിന് അന്നത്തെ ഒരു പ്രധാനപ്പെട്ട നടൻ, ഞാൻ ആദ്യം കേട്ടിട്ടുള്ളത് ഈ ഇപ്പം വൈശാലിയിലെ കഥാപാത്രത്തെ കൊണ്ടുവന്ന പോലെ വളരെ ആയോധനകളിൽ അഭ്യാസിയായിട്ടുള്ള ഒരാളെ കാസ്റ്റ് ചെയ്യണമെന്ന് ആദ്യം പ്ലാൻ ചെയ്തിരുന്നെങ്കിലും എഴുത്ത് പൂർത്തിയാക്കിയ ശേഷം എം ടി വാസുദേവൻ നായർ സാറാണ് പറഞ്ഞത് ഈ കഥാപാത്രം മമ്മൂക്കയിലൂടെ തന്നെ പുറത്തേക്ക് വരണം എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് കേൾക്കുന്നത് ഉണ്ടായിരുന്നു. നേരിട്ടറിവില്ല, അത് ശരിയായിരിക്കാം, പിന്നെ അല്ലെങ്കിൽ എൻ്റെ അടുത്ത് വരില്ലല്ലോ. അപ്പം ഈ അദ്ദേഹത്തിന്റെ അനുവാദമോ അദ്ദേഹത്തിന്റെ അഭിപ്രായം എടുക്കാതെ ഒന്നും അങ്ങനെ ഒരു കാസ്റ്റിംഗ് ഒന്നും അങ്ങനെ നടക്കൂല. അപ്പോൾ സ്വാഭാവികമായിട്ടും പിന്നെ ഞങ്ങൾ കുറേ സിനിമകളിൽ അതിനു മുമ്പ് അഭിനയിച്ചിട്ടുണ്ട്. അന്നേ ഗുരുതുല്യനായ എം ടിയുടെ അടുത്ത് പിന്നെ എനിക്ക് പ്രത്യേകിച്ച് ചോദിക്കേണ്ടി വന്നിട്ടില്ല, എപ്പോഴും നമുക്ക് പ്രസാദം തരുന്ന ആളാണ്. ഈ ഇതിലെ ഒരു കഥാപാത്രത്തിലേക്ക് വരുമ്പം അഭിനയം എടുത്താൽ അല്ല, ഒരു കാര്യം അതിനകത്ത് ഞാൻ പ്രത്യേകിച്ച് പറയാൻ ആഗ്രഹിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഈ ഉണ്ണിയാർച്ചയുടെ നമ്മുടെ കേട്ടുപഴകിയ കഥകളിലെ ഒരു രംഗം പോലും ഈ സിനിമയിൽ ഇല്ലാതില്ല. അതെ, എല്ലാ രംഗങ്ങളും ഉണ്ട് ഈ സിനിമ, എല്ലാ സംഭവങ്ങളും ഉണ്ട്. നമ്മൾ അറിഞ്ഞതും ഉണ്ണിയാർച്ചയും ആരോമൽ ശേഖരും അല്ലെങ്കിൽ കുഞ്ഞിരാമനും ഒക്കെ അവിടെ ആ കളരി വളർന്നതും അവിടെ വളർന്നു വരുന്നതും അവിടെ ചന്തു വരുന്നതും, ചന്തുവിൻ്റെ അച്ഛൻ മലയനോട് തോറ്റു മരിച്ച ആളാണ്, അനാഥനായി അമ്മാവൻ എടുത്തുകൊണ്ട് വന്നതാണെന്നൊക്കെ, അമ്മാവൻ്റെ പെണ്ണുമുറപ്പെണ്ണാണ്, ഇതൊക്കെ കുട്ടിക്കാലത്ത് അവരെ കല്യാണം കഴിച്ച് ഇതൊക്കെ ഉള്ളതാണ്. പക്ഷേ ചന്തു ചതിയനാണ്, ആരോമൽ ശേഖരെ കുത്തിക്കൊന്ന ആളാണ്, കുത്തുവിളക്കിന്റെ തണ്ട് താഴ്ത്തിയ ആളാണ്. അതെ. പക്ഷെ അതൊക്കെ സിനിമയിലുണ്ട്.
ഒരു അക്ഷരം പോലും വിടാതെ സിനിമയിലുണ്ട്. പക്ഷേ അതെങ്ങനെ നിങ്ങൾ ഈ ചന്തുവിനെ സിനിമ കണ്ടുപോകുമ്പോൾ ചന്തു ഒരു ഭാരമായി, മനസ്സിൻ്റെ ദുഃഖമായി, ഒരു വീരനായകൻ്റെ പരിവേഷമുള്ള ആളായിട്ട് നമ്മുടെ കൂടെ പോരുന്നു എന്നുള്ളത് ആ സിനിമയുടെ സ്ക്രിപ്റ്റിന്റെ മഹത്വമാണ്. ഒരു സ്ക്രിപ്റ്റിന്റെ മഹത്വം തന്നെയാണ്. കാരണം ഇപ്പൊ ഇക്ക പറഞ്ഞ അടുത്തുനിന്ന് ഞാൻ ചിന്തിച്ചാല് ഇത് ചന്തുവിന്റെ കഥയാണ്. ചന്തു ഒരു വീരനായകനായിട്ടാണ് സിനിമയിൽ അവസാനിക്കുന്നത്. എന്നാൽ നോക്കൂ, ചന്തു നിരന്തരമായി പരാജയപ്പെടുകയാണ്. ഇന്നിപ്പം പറഞ്ഞ പോലെ അല്ല, കാമുകിയാൽ സിനിമയിൽ പറയുന്ന പോലെ ചന്തു ഇന്നത്തെ ഭാഷയെ പറഞ്ഞാൽ ലൂസറാണ്. ലൂസറാണ്. അയാളുടെ കാമുകി ചതിച്ചു, ഗുരു ചതിച്ചു, സുഹൃത്ത് ചതിച്ചു. ലൂസറാണ്, അബ്സല്യൂട്ട് ലൂസറാണ്. ഇനിയും തോൽവികൾ ഏറ്റുവാങ്ങാൻ ചന്തുവിന് ബാക്കി എന്നൊരു ഡയലോഗ്. അങ്ങനെ ഒരു ലൂസർ ഒരു സിനിമ തീരുമ്പം അയാൾ ഒരു വീരപുരുഷനായി അയാളോട് ആരാധന തോന്നുന്ന ഈ നമ്മൾ വീരസാഹസി വിജയിക്കുന്നവർ മാത്രമല്ല വീരൻ, വിട്ടുകൊടുക്കുന്നവനും വീരനാണ്. ഇത്ര ധീരതയില്ലെങ്കിൽ വിട്ടുകൊടുക്കാൻ പറ്റില്ല. നെഞ്ചു വിരിച്ചൊരു വാളിന് മുമ്പിലോ തോക്കിന് മുമ്പിലോ നിൽക്കുന്ന ഒരു വീരുമായിട്ടല്ല, ധീരനായിട്ട് തന്നെയാണ്. അങ്ങനെയുള്ള ധീരന്മാർ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. അതിലും ശരിക്കും ചന്തു പറഞ്ഞാൽ നിങ്ങൾ കുത്തി കൊല്ലാൻ പറയില്ല, നിന്ന് കൊടുക്കല്ലേ. അപ്പൊ അതൊരു ധീരതയല്ലേ. ആ ധീരനെയൊക്കെ നമ്മൾ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നതാണ്. അങ്ങനത്തെ ഒരു ആദരമാണ് ഈ സിനിമ കഴിയുമ്പോൾ ചന്തു നേടിയെടുക്കുന്നത്. ഇക്കയുടെ വായിന്ന് വീണ ഒരു വാക്കിൽ ഞാനൊന്ന് പിടിച്ചോട്ടെ. അതിനിടയിൽ സാഹസികത എന്നൊരു വാക്ക് വന്നു. ഒരു അഭിനേതാവ് എന്നുള്ള നിലയിൽ നമുക്ക് പ്രണയമുണ്ട്, പ്രതികാരമുണ്ട്, ഒരു മനുഷ്യന് വരാവുന്ന സമസ്ത ഭാവങ്ങളും ചന്തു എന്ന കഥാപാത്രത്തിലൂടെ പോകുന്നുണ്ട്. അതൊരു അഭിനയത്തിന്റെ വെർഷനാണ്. എന്നാലും ഇതിന്റെ ഒരു സാഹസികതയുടെ തലമുണ്ട്. വടക്കൻ വീരകഥയിലെ ചന്തു എന്ന് പറഞ്ഞാൽ ഇപ്പം ഹോളിവുഡിലൊക്കെ ഒരു സിനിമ ഒരു ക്യാരക്ടർ ഒരാൾ കമ്മിറ്റ് ചെയ്താൽ മാസങ്ങളോളം നീണ്ടു നിൽക്കുന്ന പരിശീലനം അതിനാവശ്യമായിട്ടുണ്ട്. അല്ലെങ്കിൽ ഇന്നിപ്പോ സാങ്കേതിക അവിടെയൊക്കെ ഒരു വർക്ക്ഷോപ്പ് ഉണ്ടാവും, ഒരു മാസം 1.5 മാസം ഒക്കെ. അവരുടെ ഷൂട്ടിങ്ങിന് ഡേറ്റ് വാങ്ങിക്കുന്ന വർക്ക്ഷോപ്പ് കൂടെ ചേർത്താ, വർക്ക്ഷോപ്പ് ചേർത്തിട്ടാണ് ഇത് ഇംഗ്ലീഷ് ചെയ്യുന്നത്. ഇവിടെ പല രാജ്യങ്ങളിലും അങ്ങനെ സിനിമ ഉണ്ട്. നമ്മുടെ നാട്ടിലൊന്നും അത് അന്നത്തെ കാലത്തോ ഇന്നത്തെ കാലത്തോ അതൊന്നും നമുക്ക് താങ്ങാനാവുന്ന കാര്യങ്ങളല്ല. പക്ഷെ ചിലർ ചെയ്യുന്നവരുണ്ട്. ഉണ്ട്. എന്നാലും ഞാൻ ചോദിക്കാൻ വന്നതല്ല, ഇന്നാണെങ്കിലും സാങ്കേതിക വിദ്യ സഹായത്തോടെ നമുക്ക് മുഖം മാറ്റി വെച്ചോ ബോഡി ഡബിളോ ഒക്കെ ചെയ്യാം. അന്ന് കളരിക്കൊരു താളമുണ്ട്, ചുവടുകളുണ്ട്. അതിൽ ഒരു വാള് പിടിക്കുന്നതാണെങ്കിലും ഉറുമി പിടിക്കുന്നതാണെങ്കിലും കുതിരയെ ഓടിക്കുന്നതാണെങ്കിലും ഒരു തഴക്കം വന്ന അഭ്യാസിയുടെ കഥാപാത്രം ചെയ്യുമ്പം ഈ തഴക്കം സ്ക്രീനിൽ നമുക്ക് ഫീൽ ചെയ്യണം. ഞാൻ ചോദിക്കാൻ വന്നത് ഇക്കയുടെ ഒരു പരിശീലനം എങ്ങനെയായിരുന്നു ഈ കഥാപാത്രത്തിന് വേണ്ടിയിട്ട്? ഈ കഥാപാത്രത്തിന്റെ പരിശീലനങ്ങൾ അവിടെ കുതിരയും വാളും പരിചയമൊക്കെ ഉള്ള കളരിയൊക്കെ ഉണ്ട്, അഭ്യാസികളുണ്ട്, കല്ലിന്റെ ഗുരുക്കന്മാരൊക്കെ ഷൂട്ടിംഗ് സെറ്റിലുണ്ട്, എപ്പോഴും ഉണ്ട്. പക്ഷെ അത് നമ്മൾ ഒരു കളരി അഭ്യാസവും കുതിര അഭ്യാസവും ഒക്കെ പഠിക്കണമെങ്കിൽ മാസങ്ങളോളം പരിശീലനം നടത്തിയേ പറ്റൂ. സിനിമയിൽ ഈ പറഞ്ഞതുപോലെ നമ്മൾ ഈ സിനിമയിലെ ഷോട്ടുകൾക്ക് മാത്രമാണ് അഭിനയിക്കുന്നത്. അല്ലാതെ ഒരു വലിയ കളരി അഭ്യാസം പൂർണ്ണമായിട്ട് നമ്മൾ അഭിനയിക്കില്ല. അല്ലെങ്കിൽ അത് തെറ്റിപ്പോയ തിരുത്തി അഭിനയിക്കാൻ പറ്റും. സിനിമയിൽ അതിൻ്റെ ചുവടുകളും ശൈലികളും നമ്മൾ പറയുന്ന പോലെ ഇംഗ്ലീഷിൽ പറയുന്ന ആറ്റിറ്റ്യൂഡുകൾ മാത്രം സൂക്ഷിച്ചിരുന്നാൽ സിനിമയിൽ കറക്റ്റായിട്ട് തോന്നും. അപ്പോൾ അപ്പപ്പോൾ കാണിച്ചു തരുന്നത് ഒരു 2-3 പ്രാവശ്യം നമ്മൾ പരിശീലിച്ചു കഴിഞ്ഞാൽ ഈ വെട്ടും തടയും ഒക്കെ നമുക്ക് പഠിക്കാൻ പറ്റും. പിന്നെ ആ കാലത്തൊക്കെ ഈ പറഞ്ഞ പോലെ അഭ്യാസം കാണിക്കാനുള്ള ധൈര്യം ഉണ്ട്. സെക്യൂരിറ്റി ഒന്നും അത്രമാത്രം ഇല്ലെങ്കിലും എല്ലാ ചാട്ടവും ഓട്ടവും വെട്ടവും ഒക്കെ അതിനകത്ത് ഒറിജിനൽ തന്നെ, വളരെ അപൂർവം. ഞാൻ എന്റെ ബുക്കിൽ വായിച്ചിരുന്നു. അതിലുള്ള ഉപയോഗിച്ച എല്ലാ വാളുകളും ഈ മെറ്റൽ തന്നെയായിരുന്നു. മെറ്റൽ തന്നെയാണ്, നല്ല ഭാരമുണ്ട്. ഭാരമുള്ള അതിന്റെ ഒരു ചാടി ഒരു വാള് പിടിക്കുന്ന ഒരു രംഗമുണ്ട് ഒരു രംഗത്ത്. അതായത് വാളിങ്ങനെ തെറിച്ചു പോകുന്ന വാള് ചാടി വാള് പിടിക്കുന്ന രംഗമുണ്ട്. എല്ലാ പ്രാവശ്യവും ചാടുമ്പോൾ ഈ വാള് പിടികിട്ടൂല. ഒരു പ്രാവശ്യം ആ വാളെൻ്റെ തുടയിൽ ഇങ്ങനെ കുത്തി കയറി, നല്ലവണ്ണം മുറിഞ്ഞു, വേദന എടുത്തു. ഷൂട്ടിംഗ് ഒന്നും മുടങ്ങിയില്ല, പക്ഷെ കാണാൻ പറ്റാത്ത സ്ഥലത്തായതുകൊണ്ട് അത് ആ പാടിപ്പോഴും ഉണ്ട്. അത്രയധികം വാളുകൊണ്ട് പലർക്കും പരിക്കേൽക്കുന്നു പലതരത്തിൽ. അല്ല, അത് സ്വാഭാവികം. അതിനൊന്നും ആർക്കും പരാതിയൊന്നും ഉണ്ടായിട്ടില്ല. കാരണം ഇതൊക്കെ ഉണ്ടാവുമെന്ന് അറിഞ്ഞു തന്നെയാണല്ലോ നമ്മൾ വരുന്നത്. കുതിര വീഴും, കുതിര ചാടും, കുതിര കുഴപ്പങ്ങളുണ്ടാക്കും. നമ്മളും കുതിരയുമായിട്ട് പൊരുത്തപ്പെടാൻ കുറേ സമയമെടുക്കും. ഈ കുതിരപ്പുറത്ത് കയറിയുന്ന ആൾക്ക് കുതിരയെ പരിശീലിപ്പിക്കാൻ അറിയില്ലെന്നുള്ള വിവരം അറിയാവുന്ന പോലെയാണ് കുതിരയുടെ പെരുമാറ്റം. പരിചയമില്ലാത്ത ഒരാളാണെന്ന് കുതിരക്ക് തോന്നും. നമ്മൾ എന്താ പറയുന്നത്, കുതിരക്ക് അറിയാമല്ലോ എന്നുള്ള കുതിരയോട് ചോദിച്ചാലേ അറിയുള്ളൂ. പക്ഷെ അതിനകത്ത് അന്ന് ആ സിനിമയുടെ ഷൂട്ടിങ്ങും അതിൻ്റെ ഒരു ഉത്സവ പ്രതീതി ആ സിനിമ ഉണ്ടായി. ഒത്തിരി ആൾക്കാരും ബഹളവും ആനയും. അന്ന് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ആനകൾ ഇങ്ങനെ നിൽക്കുമ്പോൾ ശ്രീരാമനുണ്ടല്ലോ, കുഞ്ഞിരാമനായിട്ട് ശ്രീരാമനുണ്ട്. ശ്രീരാമൻ എന്നൊരു കഥ ചോദിച്ചിരുന്നു. അപ്പോൾ 2 ആനകൾ തമ്മിലുള്ള സംഭാഷണം. അപ്പോൾ ഒരാനയോട് ചോദിക്കുന്നു, എപ്പോഴാണോ ബ്രേക്ക്? അങ്ങനെ സംസാരിക്കുന്നു. മമ്മൂട്ടി വന്നോ എന്നൊക്കെ പരസ്പരം സംസാരിക്കുന്നു. ഇയാളെന്താ ഇത്ര വലിയ പോസ്റ്റ്, ഇയാളെന്താ വരാത്തെ? വന്നാൽ നമ്മുടെ കാര്യം കഴിഞ്ഞ് പോവായിരുന്നു. അപ്പോൾ അടുത്തൂടെ ഒരു അസിസ്റ്റന്റ് ഡയറക്ടർ പോകുന്നു.
ഉണ്ണിയേട്ടൻ ഞാൻ ഈ ഷോട്ടിലുണ്ടോ എന്ന് ആര് ചോദിക്കുന്നു, അങ്ങനെയുള്ള കഥകളൊക്കെ ഉണ്ടാക്കുക. അങ്ങനെ അത്രയും ജീവികളുണ്ടല്ലോ. അത്രയും ജീവികളുണ്ട്. ഈ സിനിമയുമായി ബന്ധപ്പെട്ട് ഇപ്പൊ ഞാനൊരു ഇങ്ങനെ ഇവിടെ ഒരു മുഖാമുഖത്തിന് ഇരിക്കുമ്പം പ്രതിഭകളുടെ ഒരു സംഗമമാണ്. നമുക്ക് ഇപ്പം MT കുറിച്ച് ഒരു എപ്പിസോഡ് സംസാരിക്കാനുണ്ട് ഈ സിനിമയുമായി ബന്ധപ്പെട്ട്. നല്ല എത്രയോ എപ്പിസോഡുകൾ. ഹരിഹരൻ സാറിനെ കുറിച്ച് അത്ര തന്നെ പറയാനുണ്ട്. കൃഷ്ണമൂർത്തി ആർട്ട് ഡയറക്ടർ കൃഷ്ണമൂർത്തി, കോസ്റ്റ്യൂം വസ്ത്രാലങ്കാരം രണ്ടും പുള്ളിയാ. കോസ്റ്റ്യൂം ഡിസൈനിങ്ങും ഡിസൈൻ ചെയ്തത് ആർട്ട് ആർട്ട് ഡയറക്ടർ. ഡയറക്ടറാണ്. അതില് മികച്ച രാമേന്ദ്ര ബാബു ക്യാമറ, മികച്ച തിരക്കഥയ്ക്കുള്ള നാഷണൽ അവാർഡ്, കോസ്റ്റ്യൂമിന്, ആർട്ടിന്, അഭിനയത്തിനുള്ള നാഷണൽ അവാർഡ്, സംസ്ഥാന അവാർഡ്. ആ നാഷണൽ അവാർഡിന് മത്സരിച്ച പടങ്ങൾ എന്റെ പടങ്ങൾ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ അയ്യർ ദ ഗ്രേറ്റ്, മൃഗയ, മതിലുകൾ, വടക്കം വീരഗാഥ. മതിലുകളും മൃഗയും വടക്കും വീരഗാഥ വരുമല്ലോ അല്ലേ? അവാർഡിൽ അത് രണ്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്, ബാക്കി രണ്ട് പടങ്ങൾ മെൻഷൻ ചെയ്തിട്ടില്ല. എന്റെ ഓർമ്മ ശരിയാണ്, ശരിക്ക് കറക്റ്റ് ആണെന്ന് തോന്നുന്നു. ഇതിന്റെ ഏത് മേഖലയിൽ നോക്കിയാലും വലിയൊരു പറ്റം പ്രതിഭകളുള്ള സിനിമയാണ്. ഞാനിപ്പോ MT സാറിനെ ചോദിക്കുന്ന പോലെ തന്നെ ബോംബെ രവി നമുക്ക് ഒരു വടക്കേ ഇന്ത്യക്കാരനാണ്. കേരളത്തിന്റെ ഒരു വടക്കം പാട്ട് ചിത്രത്തിന് എത്ര ഗംഭീരമായാണ് ജയകുമാർ സാറ്, കൈതപ്രമൊക്കെ ഒരുപാട് ആൾക്കാർ. അങ്ങനെ എല്ലാ മേഖലയിലും പ്രതിഭകളുണ്ട്. പിന്നെ ഒരുപാട് 3 നായികമാര്, കുറേയേറെ നായകന്മാര്, സുരേഷ് ഗോപി, മാധവിയുടെ ഒരു വലിയ കാസ്റ്റിംഗ് ആണല്ലോ. ഉണ്ണിയാർച്ച കേട്ടിട്ടില്ലാത്ത ഉണ്ണിയാർച്ച, തുമ്പോലാർച്ച എല്ലാവരും ഉണ്ടല്ലോ. ക്യാപ്റ്റൻ രാജു ചേട്ടന്റെ ക്യാപ്റ്റൻ രാജുന് ഭയങ്കര ഒരുപാട് അഭിനന്ദനങ്ങളും ഒരുപാട് പ്രശംസകളും കിട്ടിയ പടമാണ്. വില്ലനും ഹ്യൂമറും ഒക്കെയാണ് ചെയ്യുന്നത്. സുരേഷിനും വലിയൊരു ബ്രേക്ക് ത്രൂ ആണ് സുരേഷ് ചേട്ടന്റെ കഥാപാത്രം. എല്ലാ മേഖലകളിലും ഇത്രയധികം പ്രതിഭകളുണ്ട്. അപ്പം ചോദിക്കുന്ന ഒരു കാര്യം, ഇനി നമുക്ക് പ്രൊഡ്യൂസറിലേക്ക് വരാം. PVG സാറ് 60കളിൽ 70കളിലൊക്കെ ഒരുപാട് വടക്കംപാട്ട് സിനിമകൾ വന്നിരുന്നു. അത് സെറ്റിൽ തീരുന്ന വളരെ കുറച്ച് ഔട്ട്ഡോറുകൾ മാത്രമുള്ള പടങ്ങളാണ്. പിന്നെ സിനിമ മാറി 80കളുടെ അവസാനം ആകുമ്പോഴത്തേക്ക് നമ്മുടെ ചുറ്റുപാടുകൾ മാറി. ഒരുപാട് വാർത്ത കോൺക്രീറ്റ് കെട്ടിടങ്ങൾ വന്നു, നാട് മുഴുവൻ ലൈൻ കമ്പികൾ, ഈ ഇലക്ട്രിക് പോസ്റ്റുകൾ വന്നു. ഈ ഒരു കാലഘട്ടത്തിന് ഇങ്ങനൊരു പടം ആ ഒരു കാലഘട്ടത്തെ ചിത്രീകരിക്കാനും ഇത്രയധികം സെറ്റ് വർക്ക്, ഇത്രയധികം 2 സ്ഥലത്താണ് പ്രധാനമായിട്ടും ഷൂട്ട് ചെയ്തത്. ഒന്ന് കൊല്ലംകോട് കൊട്ടാരം, പിന്നെ ഗുരുവായൂർ ആനക്കൊട്ടിൽ. ആനകൾ അവിടെ തന്നെ സ്ഥിരതാമസമുള്ള ആനകളാണ് കൂടുതലും. അതൊരു ആനകളുടെ എന്താ പറയാ, ആനകൾ ഒരുപാട് പേരും നിർത്തിയിരിക്കുന്ന ഗുരുവായൂരമ്പലത്തിലെ ആനകളുടെ ഒരു സങ്കേതം അവിടെ. അതായത് ആനയെ ലൊക്കേഷൻ കൊണ്ടുവല്ല, ഉള്ളിടം ലൊക്കേഷൻ ആക്കി ഷൂട്ട് ചെയ്യാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഒരുപാട് പടയാളികൾ അവിടെ മറ്റേ എന്ത് കാര്യത്തിനും ആളും കൂട്ടവും ബഹളവും അങ്ങനത്തെ. പിന്നെ ഈ പറഞ്ഞ പോലെ ഒത്തിരി നടികന്മാരുണ്ടല്ലോ, സ്വറ പറയാനും സംസാരിച്ചിരിക്കാനും ഒക്കെ ഒരുപാട് ആളുണ്ടായിരുന്നു. അന്ന് കാരവനൊന്നും ഇല്ലാത്തതുകൊണ്ട് എല്ലാവരും വരാന്തയിലും അവിടെ ഇവിടെ ഇരുന്നൊക്കെ തന്നെ കാര്യങ്ങൾ. ഒരു വലിയ ബിഗ് ബഡ്ജറ്റ് സിനിമയാണല്ലോ അന്നത്തെ. ഒരു വലിയ സിനിമയാണ്. ബിഗ് ബഡ്ജറ്റ് എന്നതിനേക്കാൾ പറഞ്ഞൊരു വലിയ സിനിമയാണ്. കലാമൂല്യവും വാണിജ്യ മൂല്യവും ഒത്തിണങ്ങിയിട്ടുള്ള ഒരു സിനിമയാണ്. അപ്പൊ PVG സാറിന്റെ ഒരു ധൈര്യം ഈ സിനിമ സാക്ഷാത്കരിക്കുന്നതിനകത്ത് നമ്മൾ എടുത്തു പറയേണ്ട ഒന്നാണ്. അന്ന് PVG സാറിന്റെ കൂടെയുള്ള ആൾക്കാരാണ്. അമര മാസ്റ്റർ ഈ പടമായിട്ട് ഭയങ്കര പുള്ളി അതിനകത്തൊന്നുമല്ല, പക്ഷെ ഒരുപാട് സഹകരിച്ച ആളാണ് അമര മാഷ്. പിന്നെ അബ്ദുള്ളക്കൊക്കെ PVGക്ക് ഒരു ടീമുണ്ട്, അദ്ദേഹത്തിന്റെ ഒരു ടീം. എൻ്റെ കോഴിക്കോട്ടുള്ള എല്ലാ ആൾക്കാരും ഗുരുവായൂർ വരികയും ഗുരുവായൂർ വന്ന് ഇതിനുള്ള എല്ലാ സന്നാഹങ്ങളും ചെയ്തു കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ അവരൊരു ടീമുണ്ട്, നല്ല രസമുള്ള ടീമാണ്. ഈ നമ്മുടെ വടക്കൻ പാട്ട് വടക്കനാണെന്ന് പറയുന്നുണ്ടെങ്കിലും ഒരു സിനിമ എപ്പോഴും ഇതിന്റെ ഒരു ശൈലി ഒരു കേരളം മുഴുവൻ അംഗീകരിക്കാവുന്ന, അല്ലെങ്കിൽ ഇതിന്റെ ഒരു ഭാഷയും പ്രയോഗങ്ങളും എല്ലാം MT എന്ന അതുല്യനായ എഴുത്തുകാരന്റെ അതിഗംഭീരമായിട്ടുള്ള പ്രയോഗങ്ങളും കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ അദ്ദേഹം ഇതിലെ ഈ നമ്മുടെ വർത്തമാനകാല ജീവിതത്തിൽ ഉപയോഗിക്കാത്ത 1000 വാക്കുകൾ ഉണ്ടാവും. പക്ഷെ ഒരു കാലത്തിന് പിന്നെ MTയുടെ ഭാഷയുണ്ടല്ലോ, അതുകൂടെ ചേർന്നതാണ്. ഒരു എല്ലാ ടെക്നിക്കൽ ടേംസും ആ സിനിമയിലുണ്ട്. ചേകവന്മാർ പരസ്പരം സംസാരിച്ചേക്കാവുന്ന നമ്മുടെ ഡ്രൈവർമാർ സ്ക്രൂ ഡ്രൈവറും നെട്ടും ബോൾട്ടും എന്ന് പറയുന്ന പോലെ എല്ലാം ഉണ്ട് എല്ലാ കാര്യത്തിലും. ഉപമയൊക്കെ പറയുമ്പം ഉറുമിയേക്കാൾ മൂർച്ചയാണല്ലോ അന്നും. ഉപമ ഉറുമിയെ കുറിച്ചാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. എല്ലാം അങ്ങനെയാണ്. വലിയൊരു ഉത്തരം MT സാർ ഇതിൽ തന്നെ പറഞ്ഞത് ഞാൻ സിനിമ ശ്രദ്ധിച്ചൊരു കാര്യം, ഇത് ഒരു ചരിത്രമുണ്ട്, ആ ചരിത്രത്തെ അദ്ദേഹം ഒരു വീക്ഷണകോണിൽ കാണുന്നു. അപ്പൊ ഇത് ശരിയാണോ തെറ്റാണോ എന്നൊരു ചോദ്യമുണ്ടല്ലോ. പക്ഷെ അന്നത്തെ ചെറിയ സംസാരങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഞാനത് സിനിമയിൽ തന്നെ കണ്ടു. ആ സിനിമയുടെ ഒരു ക്ലൈമാക്സിനോട് അടുക്കുമ്പം ചന്തു ഓൾമോസ്റ്റ് ടുവേർഡ്സ് ക്യാമറ പറയുന്നുണ്ട്, നിങ്ങൾ കേട്ടതെല്ലാം ശരിയാണ്, തെറ്റുമാണ്. വേണമെങ്കിലും അങ്ങനെ വരാം. സിനിമയിലും അതെ, ആ സിനിമയെ പറ്റിയുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് അതാകാം, ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട്. അതെ, ചന്തുവിന്റെ കഥയെപ്പറ്റി നിങ്ങൾ കേട്ടതെല്ലാം ശരിയുമാണ്, തെറ്റുമാണ്. അതാ ഞാൻ പറഞ്ഞു, ഒരു സീൻ പോലും ഇല്ലാതില്ല, എല്ലാ സംഭവങ്ങളും ഉണ്ട്. പക്ഷെ അത് എങ്ങനെ, ഏത് തരത്തിൽ,
ഏത് വീക്ഷണത്തിലാണെന്നുള്ളത് മാത്രമുണ്ട്. അതിൻ്റെ ഇൻ്റർപ്രിട്ടേഷനാണ്. അല്ല അത് ഭയങ്കര മാജിക്കാണ്. ഇപ്പൊ വൈക്കത്ത് ജനിച്ച് വളർന്ന ഒരാളെന്നുള്ള നിലയിൽ ഇപ്പം എന്താ സൗഭദ്രം എന്ന് തോന്നി, പുരഞ്ജയം എന്നൊക്കെ ഇങ്ങനെയുള്ള വാക്കുകളുണ്ട്. പുരഞ്ജയം എന്ന് തോന്നിക്കുന്ന ഇവിടെ കടത്തനാടനടവോ അല്ലെ? ആ, അതൊക്കെ എന്താന്നൊക്കെ ചോദിക്കുമായിരുന്നു ആ സമയത്തൊക്കെ. പിന്നെ അതിനൊക്കെ പറഞ്ഞു തരും വേണമെങ്കിൽ. അത്രത്തോളം പുള്ളി ഭയങ്കര ഡീപ്ലി സ്റ്റഡീഡ് ആണ്. ഞാനിതിൽ കാണുന്നത് ഇത് രണ്ടാമത് വരുമ്പം 4K എന്നുള്ളതോ 8K 4K DTS ഡിജിറ്റൽ അറ്റ്മോസ് ഇങ്ങനെയുള്ള ടെക്നിക്കൽ ടേംസ് ഞാനൊന്ന് മാറ്റി വെച്ചുകൊണ്ട് താജ്മഹൽ അന്നും ഇന്നും അവിടെ ഒരുപോലെ പണിത് വെച്ചേക്കുകയാണ്. ആ താജ്മഹൽ ആസ്വദിച്ചത് എത്രയോ തലമുറകളാണ്. ഒരു തലമുറ ആസ്വദിച്ചു, അടുത്ത തലമുറ ആസ്വദിച്ചു, വീണ്ടും ഒരു തലമുറ അത് ആസ്വദിച്ചുകൊണ്ടിരിക്കും, ഇനിയും ആസ്വദിക്കണം. അതുപോലെ ഒരു എപ്പിക് സൃഷ്ടി അതിൻ്റെ ഏതവസ്ഥകളിലും വീണ്ടും വീണ്ടും കാണാനും കേൾക്കാനും ഉള്ള ഒരു ആഗ്രഹം ആളുകൾക്കുണ്ട്. അപ്പം ഇതിൻ്റെ ഒരു രണ്ടാം വരവിൽ എന്തൊരു എക്സൈറ്റ്മെന്റ് ആയിരിക്കും മമ്മൂക്കയ്ക്ക് ഉണ്ടായിരിക്കുന്നത്. ഇത് ആധുനിക സങ്കേതങ്ങൾ ഉപയോഗിച്ചിട്ട് ഒരു പുതിയ സിനിമയല്ല വരുന്നത്. അന്ന് കണ്ട അതേ സിനിമ കുറച്ചുകൂടെ തെളിച്ചവും കുറച്ചുകൂടെ ഭംഗിയുള്ള ശബ്ദ സൗകുമാര്യമുള്ള, അല്ലെങ്കിൽ ആ ശബ്ദങ്ങൾ തന്നെയാണ്, പക്ഷെ അതുകൂടെ കുറച്ചുകൂടെ സ്ഫുടവും ഡിജിറ്റൈസ് ചെയ്ത ഒരു കുറച്ചുകൂടെ തെളിച്ചമുള്ള കാഴ്ചകളുമായിട്ട് വരുന്നതാണ് ഈ 4K അറ്റ്മോസ് എന്നൊക്കെ പറയുന്നത്. അല്ലാതെ അതിനകത്ത് ഒരു ഷോട്ടോ എക്സ്ട്രാ ഒന്നും നമ്മൾ ഷൂട്ട് ചെയ്തിട്ടോ കാണിച്ചിട്ടില്ല. പണ്ട് കണ്ട സിനിമ തന്നെയാണ് നമ്മൾ കാണുന്നത്. പക്ഷേ ഇപ്പൊ കാണുമ്പോൾ അതിനൊരു പുതിയ സിനിമ കാണുന്നത് പോലെയുള്ള ഒരു അനുഭവം ഉണ്ടാക്കാൻ പറ്റും. അതിനപ്പുറത്തേക്ക് എനിക്ക് തോന്നുന്നത് ഇപ്പൊ വീണ്ടും ഈ സിനിമ വരുന്നത്, ഇപ്പൊ നമുക്ക് സിനിമ റിലീസ് എന്ന് പറയുന്നത് ഒരുപാട് സിനിമകൾ പുതിയ കാര്യമല്ല. പക്ഷെ വടക്കൻ വീരഗാഥയെ സംബന്ധിച്ചിടത്തോളം റിലീസ് എന്ന് പറയുന്നത് ഈ സിനിമയോട് കാണിക്കുന്ന ഒരു ബഹുമതിയാണ്, ഒരു ബഹുമാനമാണ്, ഒരു അംഗീകാരം. കാരണം ഇത്രയും കാലത്തെ നമ്മുടെ സിനിമകളിൽ എണ്ണപ്പെട്ട ഒരു സിനിമ, അതും അതിൻ്റെ ഒരു പുനർവായന പോലുമല്ല, അത് തന്നെയാണ് നമ്മൾ കാണുന്നത്. അത് കാണുന്ന ആ സിനിമയെ ഓർക്കലാണ്, ആ സിനിമയെ സ്മരിക്കലാണ്. അത് നമ്മുടെ സിനിമാസ്വാദകരുടെ ഒരു നന്ദി പ്രകടനമാണ് ആ സിനിമയോട്. ആ സിനിമയെ നമ്മുടെ ഒരു വ്യക്തിയായിട്ട് കണ്ടാൽ വീണ്ടും ഒരിക്കലും നമ്മളെ കാണാൻ വരുന്ന പോലെ വളരെ പുതുമയോടെ, സന്തോഷത്തോടെ, എന്താ പറയാ, ഉത്സാഹത്തോടുകൂടി, കൗതുകത്തോടു കൂടി നമ്മൾ ആ സിനിമയ്ക്ക് വേണ്ടി ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്തൊരു വ്യക്തിയാണ്. സിനിമയെ വ്യക്തിയായിട്ട് കണ്ടാൽ അതെ, അതെ, അതൊരു നാഴികക്കല്ലാണ്. അപ്പൊ അതിനോടുള്ള ഒരു ബഹുമാന സൂചകമായിട്ടാണ് ഈ സിനിമ രണ്ടാമത് വരുന്നത്. പിന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ മാവേലി വരുന്ന പോലെ എല്ലാ കൊല്ലമൊന്നും വരാൻ പറ്റില്ല സിനിമയ്ക്ക്. വീണ്ടും ഒരിക്കൽ കൂടെ കാണാനും, പണ്ട് ഇപ്പൊ സിനിമ ഇറങ്ങിയിട്ട് ഇത്രയും വർഷങ്ങളായി, അന്ന് ജനിച്ചിട്ടില്ലാത്ത ആളുകളാണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ പ്രേക്ഷകരുള്ളത്. അവർക്കൊരു പുതിയ സിനിമ കാണാൻ. ഞാന് ഇന്ന് ഇവിടെ ഇത് തുടങ്ങുന്നതിന് മുമ്പ് വ്യക്തിപരമായി ഞാൻ ആലോചിച്ചു, ഞാന് വളരെ ചെറിയ ക്ലാസ്സുകളിൽ പഠിക്കുമ്പോൾ സ്കൂളിൽ പോകാൻ നിൽക്കുമ്പം ഈ ജീപ്പിന്റെ രണ്ട് സൈഡിലും വടക്കൻ വീര അന്ന് വലിയ തിയേറ്ററുകളിൽ ഇറങ്ങിയിട്ട് ഓടിയ ഗ്രാമപ്രദേശങ്ങളിലോ എത്തുള്ളൂ. സ്റ്റേറ്റ് മുഴുവൻ ഓടിച്ചുകൊണ്ട് പോകുന്ന വണ്ടികളുണ്ട്. ഈ ഒരു ജീപ്പിലെല്ലാം കൂടെ അലങ്കരിച്ച് വെച്ച് ഇന്നത്തെ പോലെ. അപ്പോ ഈ സിനിമയുടെ ഏതാണ്ട് ഒരു 100-ാം ദിവസമൊക്കെ ആകുമ്പോഴാണ് അവിടെ ഒരു വെള്ളൂർ കൽപ്പന തിയേറ്ററിൽ ഈ പടം വരുന്നത്. അപ്പൊ ഞാൻ സ്കൂളിൽ പോകാൻ നിൽക്കുന്ന എന്റെ മുന്നിലൂടെ ഇത് ഇങ്ങനെ വടക്കൻ വീരഗാഥ വെള്ളൂർ കൽപ്പനയിൽ കാണൂ എന്നൊക്കെ പറഞ്ഞ് അനൗൺസ് ചെയ്ത് പോയ എനിക്ക് ഇതാവുന്ന ഞാൻ കണ്ടിട്ടുള്ള ഒരാളാണ്. അപ്പം എനിക്കൊക്കെ വലിയ എക്സൈറ്റ്മെന്റ് ആണ്. ഇത് അന്ന് കണ്ടിട്ടുണ്ട്, അന്ന് നമ്മൾ കണ്ട കുട്ടിക്കാലത്ത് കണ്ട നമുക്ക് ഇതിന്റെ ഒരു ടെക്നിക്കാലിറ്റീസ്, ഇതിന്റെ അധ്വാനത്തെ കുറിച്ചുള്ള ഒരു ബോധ്യം സിനിമയായിട്ട് മാത്രമേ കാണുള്ളൂ നമ്മൾ. ഇപ്പോഴാണ് സിനിമയുടെ എന്താ പറയാ, ക്യാമറയ്ക്ക് പിന്നിലെ കാഴ്ചകളെ പറ്റി, അധ്വാനത്തെ പറ്റിയൊക്കെ നമ്മൾ കുറച്ചുകൂടെ സാധാരണ ജനങ്ങൾക്ക് ബോധവാന്മാരായത്. അപ്പൊ അതോടുകൂടി ആ ഒരു മനസ്സോടെ ഒരു സിനിമ കാണുമ്പോൾ ഇതൊരു വലിയ മഹാസംരംഭം, ഈ സിനിമയെ ഒരു കലാരൂപം എന്നതിന് അപ്പുറത്തേക്ക് അതിൻ്റെ ഒരു ശ്രമം, അധ്വാനവും ഒക്കെ ആളുകൾ അംഗീകരിക്കുന്നുണ്ടാവും. പക്ഷെ അതൊക്കെ മറക്കുന്നതാണ് സിനിമ കാണുമ്പോൾ എന്നുള്ളത്. സിനിമയിൽ തന്നെ ലയിച്ചിരിക്കുമ്പോഴേ അതിൻ്റെ പിന്നിലുള്ള അധ്വാനവും കാര്യങ്ങളൊന്നും നമ്മൾ ഓർക്കാൻ പോയി കഴിഞ്ഞാൽ സിനിമയിൽ നമ്മൾ വിട്ടുപോകും. അതിൻ്റെ ഒന്നും ആലോചിക്കരുത്, അതൊക്കെ മറച്ച് കഴിഞ്ഞുപോയ കാര്യങ്ങളാണ്. അത് അധ്വാനിക്കുന്നവരും കഷ്ടപ്പെടുന്നവരും കഷ്ടപ്പെട്ടതിൻ്റെ ഒരു ഫലം ഉണ്ടാക്കുകയാണ്. ആ ഫലം നമ്മൾ ആസ്വദിക്കുമ്പോൾ, ഇതിപ്പോൾ മരം കയറാൻ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാവും ഈ പഴം കഴിക്കുമ്പോൾ എന്ന് നമ്മൾ ആലോചിക്കരുത്. പഴം കഴിച്ച് സംതൃപ്തി അടയുക എന്ന് തന്നെയാണ്. അല്ല, ഇപ്പൊ ഇവിടെ വളരെ കുറച്ച് വിളക്കുകൾ കത്തിച്ച് വെച്ച് ഇതിന്റെ തിരികെടാതെ എണ്ണ ഒഴിച്ച് നമ്മുടെ ഒരു കുഞ്ഞൊരു ആർട്ട് ഡയറക്ടർ ഇവിടെ നിൽക്കുന്നു. അതിന്റെ ചില ഫ്രെയിമൊക്കെ കാണുമ്പോൾ അതിൻ്റെ ഒരു വലിപ്പം, അതിൽ നിരക്കുന്ന ആളുകൾ, അത്രയും ആളുകളുടെ കോസ്റ്റ്യൂം, ഇതിന്റെ ഒരു നിയന്ത്രണമൊക്കെ ഹരിഹരൻ സാർ എങ്ങനെയാണ് അന്ന് ചെയ്തുകൊണ്ട്? എത്ര ടീമുണ്ട്. ഹരിഹരൻ സാറ് അങ്ങനെ ഒരു അത്ര നല്ല ക്യാപ്റ്റനാണ് അദ്ദേഹം. ക്യാപ്റ്റൻ ഓഫ് ദ ഷിപ്പല്ലേ. പിന്നെ പ്രൊഡക്ഷൻ ടീം, ഫോട്ടോഗ്രാഫി ടീം, എല്ലാ ടീമും വൻ ടീമുകളല്ലേ, ഒരുപാട് ആൾക്കാർ. ആവേശമുണ്ട് ആ സിനിമയ്ക്ക്. ഇതെന്തൊരു മഹാസംഭവം മലയാള സിനിമയിൽ സംഭവിക്കാൻ പോകുന്നുള്ളൊരു ആവേശം, അർപ്പണം, ഡെഡിക്കേഷൻ ഉണ്ട് എല്ലാവർക്കും. ഇപ്പോൾ എന്തെല്ലാം രണ്ട് പ്രായം അഭിനയിക്കണം, അതിൻ്റെ മേക്കപ്പ് കാര്യങ്ങൾ,
കാലത്ത് രാവിലെ എഴുന്നേറ്റ് വരണം. എനിക്ക് വലിയ മേക്കപ്പ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ രാവിലെ വന്നില്ലെങ്കിലും കുഴപ്പമില്ല. എല്ലാവരും റെഡി ആയിട്ട് ശേഷം എനിക്കൊരു കഴുത്തിലൊരു ഇത് കെട്ടിയാൽ മതി ഫസ്റ്റ്. ആ വലിയ മേക്കപ്പ് ഒന്നുമില്ല. ഈ സാധനം എടുത്ത് ഒരു വെക്കാവുന്ന പുലിനക്കം. ഇത് അത്രേ ഉള്ളൂ. പിന്നെ കോട്ടനാണ് ഞാൻ ഉപയോഗിക്കുന്നത്. സാധുവാണ്. ആ ആ, അത്രത്തോളം ആളുകൾ കൂടെ നിൽക്കുന്ന ഒരു വീട്ടിലുള്ള ഒരു ആടയാഭരണങ്ങൾ കണി ചുരുക്കി വരുമ്പോൾ ഇപ്പോൾ പല കഥാപാത്രങ്ങൾക്കും ഒരുപാട് സ്വർണം തന്നെ ഒറിജിനലായിട്ട് പലരും ചിലർക്ക് അലർജി ഉള്ളവരുണ്ട്. ഇവിടെയൊക്കെ എനിക്കുണ്ട് അലർജി. സ്വർണ്ണം അലർജി ഉള്ള ആളെ. ആ സ്വർണ്ണ അലർജി ഉണ്ട്. എൻ്റെ മേത്തോട്ട് ഞാൻ ചൊറി അങ്ങനെയുള്ള സ്വർണ്ണമല്ല, മുക്ക് മണ്ടം. ആ സ്വർണ്ണമല്ല, സ്വർണ്ണമല്ല, മുക്കുമണ്ട, ഗോൾഡ്. റോൾഡ് ഗോൾഡല്ല. അപ്പൊ അതുകൊണ്ട് ചെറിയ നിറയ്ക്ക് സ്വർണം തന്നെ ഇടേണ്ടി വരും. അല്ല, അങ്ങനെയൊക്കെ ചെയ്ത സിനിമയാണ്. ഇത് ഒരു ഒരു കൗതുക ചോദ്യമാണ്. ഇപ്പം ഞങ്ങളുടെ ഒരു പരിപാടി, സ്റ്റേജ് പരിപാടി നടക്കുന്നു. ഒരു 10 പരിപാടിയുണ്ട്. ഒന്നാമത്തെ പരിപാടിയോ രണ്ടാമത്തെ പരിപാടിയോ ആളുകളുടെ അഭിപ്രായം കേട്ട ശേഷം മൂന്നാമത്തേൽ തിരുത്താം. നാടകത്തിനും ആ സൗകര്യമുണ്ട്. 2 ഉത്സവപ്പറമ്പിൽ കളിച്ച ശേഷം നമുക്ക് തിരുത്താം. സിനിമയിലെ ഒരു കഥാപാത്രവും ചെയ്ത് ആ വേഷം അഴിച്ചു വെച്ച് പോരുന്ന ഒരു നടന് ഇതിനൊരു കറക്ഷനുള്ള സ്കോപ്പേ ഇല്ല. അപ്പൊ ഇത് കാലത്തെ അതിജീവിക്കുന്ന രീതിയിൽ ഏതോ ഒരു കാലത്തെ ജഡ്ജ്മെന്റിൽ ഇത് കറക്റ്റ് ആക്കേണ്ടതുണ്ട്. നാഷണൽ അവാർഡ് കിട്ടിയ കഥാപാത്രമാണ് ചന്തു. അതിന്റെ അഭിനയമൊക്കെ ഉണ്ട്. ഇന്നത്തെ മമ്മൂക്ക അന്ന് കുറെ ബാക്കിലോട്ട്, ഇന്നത്തെ അത്രയും തഴക്കവും എക്സ്പീരിയൻസും ഇല്ല അന്ന്. നാഷണൽ അവാർഡ് ഉണ്ട്. ഇന്നത്തെ മമ്മൂക്ക ചന്തുവിനെ നോക്കി കാണുന്ന ഏതെങ്കിലുമൊക്കെ സന്ദർഭത്തിൽ ഈ ചന്തുവിനെ ഞാൻ ഇന്നാണെങ്കിൽ മറ്റൊരു റൂട്ട് പിടിച്ചേനെ, വേറൊരു കാര്യം ചെയ്തേനെ എന്നൊക്കെ തോന്നിയിട്ടുണ്ട് എപ്പോഴെങ്കിലും? ഇത് തന്നെയാണ് ചന്തു. ഇതിനപ്പുറത്തേക്ക് ചന്തുവിന്റെ നമ്മളിപ്പോൾ കാണുന്ന നമ്മുടെ പരിചയം ചിലപ്പോൾ പ്രയോജനപ്പെടാം. കുറച്ചുകൂടെ അഭിനയം കുറച്ചേക്കാം ഇപ്പോഴത്തെ കാലഘട്ടത്തിന്. ശബ്ദം നിയന്ത്രണങ്ങൾ, പക്ഷെ ശബ്ദമൊക്കെ നല്ല കറക്റ്റായിട്ട് കേൾക്കാം അതിനകത്ത്. അല്ലെങ്കിൽ ശബ്ദ നിയന്ത്രണം വെച്ചാൽ മോഡുലേഷനൊക്കെ വേറെ ആകാം. മോഡുലേഷൻ ഒന്നും വേറെ ആക്കാൻ പറ്റില്ല. MTയുടെ ഡയലോഗൊന്നും വേറെ തരത്തിൽ മോഡുലേറ്റ് ചെയ്യാൻ നമ്മൾ ആലോചിച്ച് നോക്കിക്കോളൂ. ഇല്ല, പറ്റില്ല. പിന്നെ വലിയ ആൾക്കൂട്ടത്തിലല്ലേ സംസാരിക്കുന്നത്. അതെ, എപ്പോഴും ഒരല്പം ദൂരെ നിൽക്കുന്നവരോട് ഉറക്കെ സംസാരിക്കേണ്ടി വരുന്ന ഒരുപാട് സ്ഥലത്തുള്ള സീനുകളാണ്. പിന്നെ ദേഷ്യപ്പെടുമ്പോൾ നമുക്ക് ശബ്ദം പൊങ്ങുമല്ലോ. അങ്ങനെയുള്ള സ്ഥിതികൾ കൂടുതലുണ്ട്. പിന്നെ വളരെ അടുത്ത് കാണുമ്പോൾ നമ്മൾ കുറച്ചുകൂടെ അടുത്ത് സംസാരിക്കുമ്പോൾ ബേസ് വരും. നീ ഇവിടെ പോകുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ വളരെ അടുത്ത ബേസിലാണ് നമ്മൾ സംസാരിക്കുന്നത്. ബാസ് വോയിസിലാണ്. അങ്ങനത്തെ വ്യത്യാസങ്ങളൊക്കെ സിനിമയിലുണ്ട്. ഇതൊക്കെ ഇതിനെപ്പറ്റിയുള്ള സിനിമയെ കുറിച്ച് വരുന്ന കഥകൾ, അതായത് ഒരു 10 അടി പൊക്കത്തിൽ സെറ്റ് ഇട്ടിട്ട് ഇത് അന്ന് പൊളിച്ച് റീവർക്ക് ചെയ്തിട്ട് ഹൈറ്റ് കുറച്ച് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഈ അങ്കത്തട്ട് സെറ്റ് ഇട്ടത് വളരെ വലുതായി, ക്യാമറ വെക്കാൻ പാടായിപ്പോയി. പിന്നെ താഴെന്ന് വെച്ച് കഴിഞ്ഞാൽ കാണൂല, അത്ര ഹൈറ്റിലില്ല. പക്ഷെ പിന്നെ അത് ഹൈറ്റ് കുറച്ചാണ്. നമ്മളത് ഈ ഭാരതപ്പുഴയുടെ തീരത്തം കണ്ട ഇട്ടത്. വേറെ കാലത്ത് മുതൽ വൈകുന്നേരം എറിക്കുന്ന വെയിലെല്ലാം കൊള്ളണം. എന്റെ ക്ലൈമാക്സ് ഒക്കെ എടുക്കുമ്പോൾ പാട്ടുകൾ നമ്മൾ ഇടയ്ക്കൊന്ന് ജസ്റ്റ് പരാമർശിച്ചു. എല്ലാം നല്ല വെയിലത്താ. ഉടുപ്പൊന്നുമില്ലല്ലോ, എയർ ബോഡിയല്ലേ. എയർ ബോഡിയിൽ ചന്ദനലേപ സുഗന്ധം. അത് ഡേ ഫോർ നൈറ്റ് ഷൂട്ട് ചെയ്ത്. ആ പാട്ടിൽ കുതിരപ്പുറത്ത് വരുന്നത് ആ ഒരു പുഴയുടെ തീരത്തുകൂടെ അന്ന് ബാക്ക് ലൈറ്റിലാണ് ഷൂട്ട് ചെയ്യുന്നത്. അതായത് വൈകുന്നേരം ഒരു 5 മണിയായി, 5-5:30 ആയി കാണുന്ന സമയത്ത് ക്യാമറ ഇവിടെ വെച്ചിട്ട് കുറെ ഇങ്ങനെ ട്രോളിയിട്ട് ഫോളോ ചെയ്യണം. 2-3 പ്രാവശ്യം എടുത്തപ്പോൾ നന്നായി. അത് പിന്നെ പുഴയിൽ കൂടെ നീന്തി വന്നു. ഗണപതി തമ്പുരാനെ എന്ന് പറയുന്ന ബാലതാരങ്ങളും ഒക്കെ ആയിട്ട് ഉണ്ണിയാർച്ചയും ചന്തുവൊക്കെ വലിയ വലിയ മനുഷ്യരായി. ജോമോളും വിനീതൊക്കെ വലിയ മനുഷ്യരായി. ഈ സിനിമകളിലെ പഞ്ച് ഡയലോഗ് അല്ലെങ്കിൽ കൾട്ടായി മാറുന്ന ഡയലോഗുകൾ എന്ന് പറയുന്ന ഒരു വിഭാഗം തന്നെ ഇപ്പോൾ ഉണ്ട്. അങ്ങനെ ഓരോ സിനിമ കഴിയുമ്പോഴും ഇപ്പോഴത് കൂടുതലാണ്, ബോധപൂർവം ഉണ്ടാക്കുന്നതൊക്കെ ഉണ്ട്. ചന്തുവിനെ തോൽപ്പിക്കാനാവില്ല മക്കളെ. ഞാൻ അതിലേക്കാണ് എത്തുന്നത്. ഈ ഇടയ്ക്ക് പോലും ഒരു ഓട്ടോറിക്ഷ ഓവർടേക്ക് ചെയ്ത് പോയതിന്റെ ബാക്കിൽ ചന്തുവിനെ തോൽപ്പിക്കാനാവില്ല മക്കളെ എന്ന് എഴുതി. അല്ല, പഞ്ചലയിലല്ല, അതിനകത്ത് വരികൾ നമ്മൾ ഓർത്തിരിക്കുന്നത് നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ പലപ്പോഴും എടുത്ത് പ്രയോഗിക്കാവുന്ന വാക്കുകളാണ്. അത് അങ്ങനെ വരുന്നത് കുറച്ചുകൂടെ വേണമെങ്കിൽ നമുക്ക് ജീവിതഗന്ധികൾ എന്ന് കാവ്യ രൂപേണ പറയാം. ഈ ഡയലോഗ് നമ്മുടെ ജീവിതത്തിൽ പ്രയോഗിക്കാൻ പറ്റിയ ഒരു കൃത്യമായ സന്ദർഭം ഉണ്ടാകുന്നു. അന്നത്തെ ക്ലാസിക്കലിന്റെ ഒരു വലിയ അത്ഭുതം എന്തായിരുന്നു എന്ന് വെച്ചാൽ, ഇപ്പം വളരെ ഫോക്കസ്ഡ് ആയ ഓഡിയൻസ് ഉണ്ട്. യുവാക്കൾക്കൊരു സിനിമ, കുടുംബ സദസ്സിനൊരു സിനിമ, നിങ്ങൾക്ക് ഇങ്ങനെയുണ്ട്. എന്നാൽ എൻ്റെ ഒരു വലിയ കൗതുകം അന്നും ഇന്നുമൊക്കെ ഇത്രയും ക്ലാസിക് ആയിട്ടുള്ള ഒരു സിനിമയിലെ ബഹുഭൂരിപക്ഷം ഡയലോഗുകളും ഇവിടുത്തെ ഏറ്റവും സാധാരണക്കാരൻ പോലും പഠിച്ച് ആവർത്തിച്ചിട്ട് കണ്ടിട്ടുണ്ട്. ഇന്ന് യൂട്യൂബ് ഇല്ല, TV ഇല്ല. ഇത് എങ്ങനെയാണ് ഇത് ഇവർ പഠിക്കുന്നത്? വല്ല അത്ഭുതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ സിനിമ ഇറങ്ങിയ കാലത്തൊന്നും നമ്മൾ ഇങ്ങനെ ഇരുന്ന് സംസാരിച്ച് ഒരു ടെലിവിഷൻ ഇന്റർവ്യൂ ഇല്ല. വടക്കം വീരഗാഥയുടെ ഒരേ ഒരു ഇന്റർവ്യൂ ഇതാ. അത് എന്തൊരു രീതിയിൽ ആലോചിക്കുന്നുണ്ട്. ഇത്ര വർഷം കഴിഞ്ഞിട്ട് അഭിനയിച്ചൊരു പടത്തിന്റെ ഒരു പ്രൊമോഷൻ പോലെ ഒരു ഇന്റർവ്യൂ എന്ന് പറയുന്ന കാര്യം. അതൊക്കെ ഈ പറഞ്ഞ പോലെ ഈ കാലഘട്ടത്തിന്റെ മാറ്റങ്ങളാ.
ഈ സിനിമ പ്രേക്ഷകർ എന്ന പോലെ തന്നെ ഒരു അവാർഡിനപ്പുറം ഞാൻ ചിന്തിച്ചിട്ടുള്ളൊരു കാര്യം, മമ്മൂക്കയെ കുറിച്ചുള്ള പരിപാടികൾ, അത് ചിലപ്പോൾ അവാർഡ് നൈറ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ മറ്റൊരു സിനിമയ്ക്ക് മമ്മൂക്ക അവാർഡ് മേടിച്ചിട്ട് സ്റ്റേജിലേക്ക് കയറുന്നതിന് മുമ്പ് വീഡിയോ വാളിൽ ഇടുന്ന ഒരു പ്രൊഫൈൽ ആയിരിക്കാം. ഈ ചന്തു എന്നൊരു കഥാപാത്രം എത്രയോ വർഷമായിട്ട് മമ്മൂക്കയോടൊപ്പം ഒരു റെഫറൻസിനുണ്ട് എപ്പോഴും, ഒരു റെഫറൻസ് ആയിട്ട് എപ്പോഴും അതുണ്ട്, നമ്മുടെ കൂടെ ഉണ്ട്. കൂടെ ഉണ്ട്. ചന്തുവും അതിന്റെ ഒരു ഡയലോഗുകളും കാര്യങ്ങളും എല്ലാം എപ്പോഴും കൂടെ ഉണ്ട്. ഇത്രയും വർഷം കഴിഞ്ഞ് ഈ സിനിമ വീണ്ടും വരുമ്പം ഒരു വലിയ സംഘം ആളുകൾ ഇന്ന് നമ്മോടൊപ്പം ഇല്ല അതിലുള്ളവർ. ഇക്കെ ഒരു വ്യക്തിയായി കണ്ടാൽ നമ്മൾ സിനിമയ്ക്ക് നൽകുന്ന ആദരവെന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് ആ ഒരു ഭാഗവും, അല്ലേ? പാലങ്കി നായര്, സുകുമാരി ചേച്ചി, ഒടുവിലുണ്ണി കൃഷ്ണൻ, ചിത്ര, ക്യാപ്റ്റൻ രാജ, ക്യാപ്റ്റൻ രാജു, ഒത്തിരി പേരുണ്ട്, MT ഉൾപ്പെടെ, MT EVG ഉൾപ്പെടെ, അതിന്റെ നിർമ്മാതാവില്ല, ഒത്തിരി തിരക്കഥാകൃത്തില്ല. പേര്, ഇങ്ങനെ ഇന്ന് നമ്മോട് രാമേന്ദ്ര ബാബു, ക്യാമറ ആലോചിക്കാൻ വയ്യ. ഈ പേര് പറഞ്ഞ അത്ര അല്ല കേട്ടോ. ഇനി അല്ല, നമുക്ക് ഞാൻ പെട്ടെന്ന് ഓർത്തെടുക്കാവുന്നതല്ല. അങ്ങനെയുള്ള ഈ നടരാജനെല്ലാം മറ്റേ ഡയറക്ടർ എല്ലാം ഉണ്ട്. ഒരുപാട് പേരുടെ എത്രയോ ദിവസത്തെ ഒരു വലിയ മൂല്യമുള്ള ഒരു സൃഷ്ടിക്ക് വേണ്ടിയുള്ള കഠിനാധ്വാനം. അത് അന്ന് ഞാൻ പറഞ്ഞില്ലേ, ഒരിക്കലും എന്തൊരു ഡെഡിക്കേഷനാണ്, അർപ്പണം ആണ് ശരിക്കും സിനിമയിൽ. ഓരോ 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 എന്ന് പറഞ്ഞ എന്താ പറയാ, വിശേഷ ബുദ്ധിയില്ലാത്ത ജീവികൾ വരെ ഒരുപക്ഷെ അത്രത്തോളം സമർപ്പണം, ആനയും കുതിരയും ഒക്കെ നിൽക്കല്ലേ. നമ്മള് ചില മിത്തുകൾ നമ്മൾ പറയുന്ന വർത്തമാനങ്ങളില് അല്ലെങ്കിൽ മുത്തശ്ശി കഥകളിൽ പറയുന്ന ഒരു മിത്തുകളുണ്ട്. ഈ നമ്മളോടൊപ്പം ഇല്ലാത്തവർ നക്ഷത്രങ്ങളായി മാറുന്നുവെന്ന്. അങ്ങനെയുള്ള ഒരുപാട് സ്റ്റാഴ്സ് ഇന്ന് വടക്കൻ വീരഗാഥ, അതെ, സിനിമയിലുള്ള താഴെയുള്ള സ്ഥാനിനേക്കാൾ കൂടുതൽ മുകളിൽ ആകാശത്തിൽ ഉള്ള താരങ്ങളായി ഉദിച്ചു നിൽപ്പുണ്ടവരൊക്കെ സിനിമയാണ്. അപ്പൊ അവരോടും കൂടെയുള്ള നമ്മൾ ആദരവും സ്വാദകരുടെ ആദരവും അവരോടുള്ള ഒരു സ്മരണയും ഈ സിനിമ കാണുന്നതിലൂടെ ഉണ്ടാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതൊരു ഞാൻ എപ്പോഴും ഈ സിനിമയെ അംഗീകരിക്കലാണ്. ഈ സിനിമയ്ക്കുള്ള ഏറ്റവും വലിയ അംഗീകാരം അത് രണ്ടാമത് വീണ്ടും ഒരിക്കൽ ആദരവോടുകൂടി, സ്നേഹത്തോടു കൂടി, ബഹുമാനത്തോടു കൂടി കാണുമ്പോഴാണ് സിനിമ. അത് അത്ര ഒരു വലിയ ഒരു സിനിമയിൽ, മലയാള സിനിമയിൽ സംഭവിച്ചിട്ടുള്ള പല മഹത് കാര്യങ്ങളിലും എല്ലാ സെക്ഷനും ഒന്നാണ്. വേറെ സിനിമകളുണ്ടല്ലോ. ഇനി ഞാനിപ്പോ ഇങ്ങനെ കണ്ടുപിടിക്കുന്നു, അതായത് ഈ സിനിമ ഡിജിറ്റൽ സ്പേസിലോ സാറ്റലൈറ്റ് ചാനലുകളിലോ ഒക്കെ അതിനുശേഷം എത്രയോ തവണ ആവർത്തിച്ച് വന്നിട്ടുണ്ട്. ഇതിനെ ഈ വലുപ്പത്തിൽ ആസ്വദിക്കുക എന്ന് പറയുന്നത് വേറൊരു അനുഭവം തന്നെയാണ്. അതിനെ കുറച്ചുകൂടെ തെളിച്ചത്തിൽ, വലുപ്പത്തിൽ, കൃത്യതയിൽ, സൂക്ഷ്മതയിൽ, ശബ്ദവിന്യാസത്തിലൊക്കെ കാണാൻ കഴിയുന്നത് ഒരു വലിയ ഭാഗ്യമാണ്. എപ്പോഴോ ഇന്റർവ്യൂവിനിടെ പറഞ്ഞതുപോലെ, ഞാനെന്ന സാധാരണക്കാരനായി സ്കൂളിൽ പോകാൻ നിൽക്കുന്ന ഒരാൾക്ക് ഇന്റർവ്യൂയുടെ ഇടയിൽ പറഞ്ഞതുപോലെ ആ സിനിമയുമായി ബന്ധപ്പെട്ട ഒരേ ഒരു വിഷ്വൽ ഇന്റർവ്യൂ അതിൽ ഉണ്ടാകാൻ പറ്റിയത് എന്റെയും ഒരു വലിയ ഭാഗ്യമായി കരുതുന്നു. അതെ, വടക്കൻ വീരഗാഥ തിയേറ്ററുകളിൽ രണ്ടാമത് ഉള്ള അതിന്റെ ഒരു വരവെന്ന് പറയുന്നത് സിനിമയെ സംബന്ധിച്ചൊരു വലിയ ആഘോഷമാണ്. ഇക്കയെ സംബന്ധിച്ചൊരു വലിയ ഓർമ്മകളാണ്. എല്ലാവിധ ഭാവുകങ്ങളും നന്മകളും. താങ്ക് യു.